എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഗ്രാമത്തിൽ ഒരു വണ്ടി വന്നു നിൽക്കുമ്പോൾ അടുത്തുള്ള ചെറിയ പീടികയിലുള്ളവരുടെ എല്ലാം കണ്ണുകൾ അതിൽ പതിയുക പതിവാണ്. പട്ടണത്തിൽ നിന്നെത്തുന്ന ഏക പ്രൈവറ്റ് ബസ്സാണ് അംബിക. ഒരു ദിവസം 2 തവണ അത് ഗ്രാമത്തിലെത്തും. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. ബസ്സിൽ നിന്നിറങ്ങിയവരുടെ കൂട്ടത്തിൽ സാമാന്യം സുന്ദരിയായ ഒരു സ്ത്രീയുമുണ്ട്. ഏതാണ്ട് 30-ൽ താഴെ പ്രായം തോന്നുന്ന അവൾ ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതോ ഗൾഫുകാരന്റെ ഭാര്യയാണെന്ന് തോന്നും. ഈ രുദ്രൻ തിരുമേനിയുടെ ഇല്ല എവിടെയാ? അവൾ പ്രായമുള്ള ഒരു സ്ത്രീയോട് തിരക്കി. അവർ നെറ്റി ചുളിച്ച് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ വഴി പറഞ്ഞു കൊടുത്തു. യുവതി നടന്നകലുമ്പോൾ പ്രായമുള്ള സ്ത്രീ പിറുപിറുത്തു. ഓരോന്നും വന്നോളും. പലരോടും ചോദിച്ചും പറഞ്ഞുമാണ് അവൾ ഇല്ലത്തിനരികിലെത്തിയത്. അവിടെ തങ്ങി നിന്നിരുന്ന വല്ലാത്ത നിശബ്ദത അവളെ ഭയപ്പെടുത്തി. പടിപ്പുര കടക്കുമ്പോൾ അവൾക്ക് തൻ്റെ നെഞ്ചിടിപ്പ് സ്വയം കേൾക്കാമായിരുന്നു. പലരും പറഞ്ഞുള്ള അറിവാണ് തനിക്ക് രുദ്രൻ തിരുമേനിയെക്കുറിച്ച്. തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുവാൻ അദ്ദേഹത്തിനെ കഴിയൂ എന്ന് ചിന്തിച്ചതും പുറപ്പെടണമെന്നുള്ള മോഹം മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നു. അവൾ ഇല്ലത്തിനു മുന്നിലെത്തി. ഭവത്രാതൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. രുദ്രൻ തിരുമേനി രാവിലെ പുറത്തേക്ക് പോയതാണ്. വരാൻ വൈകുമെന്ന് ഭവത്രാതനോട് പറയുകയും ചെയ്തിരുന്നു. പുറത്തു വന്നു നിൽക്കുന്ന യുവതിയെ കണ്ടപ്പോൾ ഭവത്രാതന്റെ കണ്ണുകൾ തിളങ്ങി. രുദ്രൻ തിരുമേനി? യുവതി ഭവത്രാതനെ നോക്കി തിരക്കി. അച്ഛൻ ഇവിടെ ഇല്ല, കടന്നിരിക്കാം. എനിക്ക് അദ്ദേഹത്തെ അറിയാം. അവളെ കണ്ണുകൊണ്ട് കൊത്തിപ്പറിക്കുന്നതിനിടയിൽ ഭവത്രാതൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ മകനാ. അച്ഛൻ വരാൻ വൈകും. പ്രശ്നത്തിനു പരിഹാരം ഞാൻ കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ആകാം. യുവതി നെറ്റി ചുളിച്ചു. സംശയിക്കണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു കഴിഞ്ഞു. ഭർത്താവ് വിദേശത്താണല്ലേ? ഇപ്പോൾ കത്തും പണവും ഒന്നും വരാറില്ല. മാത്രമല്ല, അടുത്ത തവണ വരുമ്പോൾ വിവാഹബന്ധം വേർപെടുത്തുമെന്നും അയാൾ പറഞ്ഞിരിക്കുന്നു. യുവതി അത്ഭുതഭാവത്തിൽ, ആരാധനാഭാവത്തിൽ ഭവത്രാതനെ നോക്കി. അത് ശ്രദ്ധിക്കാതെ ഗൂഢമന്ദഹാസത്തോടെ ഭവത്രാതൻ തുടർന്നു. അയാൾ അങ്ങനെ പറയാനുണ്ടായ കാരണം നിങ്ങൾ മറ്റു പുരുഷന്മാരുമായി. യുവതി സ്തംഭിച്ചു നിന്നു. അവരുടെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടിരുന്നു. അവൾ ശബ്ദിക്കാൻ പോലും കഴിയാതെ ഭവത്രാതനെ തന്നെ നോക്കി നിന്നു. തെക്കുനിന്ന് വീശി വന്ന ചൂട് കുറഞ്ഞ കാറ്റ് അവളെ തഴുകി. യുവതി വിയർപ്പിൽ കുളിച്ചിരുന്നു. ശരീരം തളർന്ന് ഇപ്പോൾ താൻ താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ അറിയാതെ ഉമ്മറത്തിരുന്നുപോയി. അവളുടെ ഭാവങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന മട്ടിൽ ഭവത്രാതൻ തുടരുകയാണ്. ആദ്യം നിങ്ങൾ ഭർത്താവിന്റെ അനുജനുമായാണ് അടുത്തത്. അവിടെ നിന്ന് അയാളുടെ കൂട്ടുകാർ, അങ്ങനെ അവസാനം വാർത്ത ഭർത്താവിന്റെ കാതിലുമെത്തി. യുവതി വിവശയായി. ദയനീയ ഭാവത്തിൽ അവൾ ഭവത്രാതനെ നോക്കി. ഇതിനൊക്കെ പോംവഴി അന്വേഷിച്ചല്ലേ നിങ്ങൾ വന്നത്? അതെ എന്ന അർത്ഥത്തിൽ യുവതി തലയനക്കി. ശരി, അച്ഛൻ തന്നെ കർമ്മത്തിന് വേണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കാം. അതല്ല, ഞാൻ തന്നെ. ഭവത്രാതൻ പൂർത്തിയാക്കും മുമ്പ് അവൾ പറഞ്ഞു, അങ്ങ് തന്നെ എല്ലാം നേരെയാക്കി തന്നാ മതി. ഉമ്മറത്തിരുന്നപ്പോ സ്ഥാനചലനം വന്ന അവളുടെ സാരിക്കിടയിലൂടെ മനോഹരമായ അടിവയറും പൊക്കൽ ചുഴിയും കാണുകയായിരുന്നു ഭവത്രാതൻ. ആകൃതി സൗഷ്ഠവത്തിൽ നിന്നും ഭവത്രാതൻ ഒരു കാര്യം ഊഹിച്ചു. ഇവൾ പരപുരുഷന്മാരെ തേടിപ്പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ശരി, എങ്കിൽ അകത്തേക്ക് വന്നോളൂ. ഭവത്രാതൻ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ ഇല്ലാതിരുന്ന അച്ഛനെ മനസ്സാ നമിച്ചു. അതുകൊണ്ടാണല്ലോ ഈ സൗന്ദര്യധാമം തന്റെ മുന്നിൽ തന്നെ എത്തിയത്. ഒന്ന് മടിച്ചു നിന്ന ശേഷമാണ് യുവതി 8 കെട്ടിലേക്ക് കടന്നത്. ഭവത്രാതന്റെ പിന്നാലെ അവൾ എത്തിയത് അവന്റെ കിടപ്പറയിലാണ്. ഇവിടെ അവൾ അവനെ തുറിച്ചു നോക്കി. എന്താ തിരുമേനി? ഭവത്രാതൻ ചിരിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ തീർത്തു തരും, പോരെ? അവൻ വാതിൽ ചേർത്തടച്ചു. യുവതിക്ക് എന്തു വേണമെന്ന് പിടികിട്ടിയില്ല. കത്തിജ്വലിക്കുന്ന വികാരത്തോടെ ഭവത്രാതൻ അവളെ കരവലയത്തിൽ ഒതുക്കി. അവൾ വല്ലാതെയൊന്ന് പിടഞ്ഞു. സാരി ഊർന്നു വീണു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ദേവദാസ് തനിക്കൊരു കത്തെങ്കിലും അയക്കുമെന്ന് പഞ്ചമി കരുതി. അതുണ്ടായില്ല.
അപ്പുറത്തെ വീട്ടിൽ അവന്റെ കത്തുകൾ 4-5 വന്നുവെന്ന് വേലക്കാരി ലീലാമ്മയിൽ നിന്നും പഞ്ചമി അറിഞ്ഞു. അതോടെ ഒരു കാര്യം കൂടി ഉറപ്പായി. ഇനി ദേവദാസിനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. തന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരു കത്തെങ്കിലും അയക്കുമായിരുന്നു, ഒരു സാന്ത്വനം. അതുപോലും എന്തൊക്കെ പഞ്ചാര വർത്തമാനങ്ങൾ പറഞ്ഞാണ് തന്നെ അടുപ്പിച്ചത്. എന്നിട്ടൊടുവിൽ വിഷമവും കോപവുമൊക്കെ ഒന്നിച്ചുണ്ടായി പഞ്ചമിക്ക്. ഇനി അവനെ പ്രതീക്ഷിക്കണ്ട. അവന് വേണ്ടതൊക്കെ അവൻ ആവശ്യത്തിന് കവർന്നെടുത്തിരിക്കുന്നു. ഇനി ഒന്നേ അറിയാനുള്ളൂ, അടിവയറ്റിൽ അവന്റെ തുടിപ്പ് അവശേഷിച്ചിട്ടുണ്ടോ? ഒന്നിലും യാതൊരു ഉത്സാഹവുമില്ലാതെ പഞ്ചമിയുടെ ദിവസങ്ങൾ വിരസമായി നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു പ്രഭാതം ഉറക്കമുണർന്ന് ഉമ്മറത്തേക്ക് വന്ന കാത്തു ആരോ ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. തെക്കേ ഭാഗത്തെ മഞ്ചാടി മരത്തിന് ചുവട്ടിൽ കുത്തിയിരുന്ന് ഛർദ്ദിക്കുന്നു പഞ്ചമി. കാത്തുവിന് ഇടനെഞ്ചിൽ പിടച്ചിലുണ്ടായി. അറിയാതെ കാലുകൾ അവിടേക്ക് നീങ്ങി. ഇത്രയും നാൾ താൻ സംശയിച്ചത് ശരിയായിരുന്നുവെന്ന് കാത്തുവിന് തോന്നി. മനസ്സിൽ ഒരു വടവൃക്ഷം കടപുഴകി വീഴുകയാണ്. തന്നെപ്പോലെ തൻ്റെ മകളും. ആരും കണ്ടില്ലെന്ന് വിചാരിച്ച് എണീറ്റ് ചുറ്റും നോക്കിയ പഞ്ചമി ഞെട്ടിപ്പോയി. തൊട്ടു പിന്നിൽ കത്തിയെരിയുന്ന പകയുമായി അമ്മ. അവൾ പതറി. കാത്തു ഒന്നും ചോദിച്ചില്ല. കൈ നിവർത്ത് ഒറ്റ അടിയായിരുന്നു. പഞ്ചമിയുടെ തലയ്ക്കുള്ളിൽ ഒരു പൊന്നീച്ച മൂളിപ്പറന്നു. അമ്മേ, ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. കാത്തു ഉറഞ്ഞു തുള്ളി. പിന്നെ അവളുടെ കൈക്ക് പിടിച്ച് അകത്തേക്ക് വലിച്ചിഴച്ചു. കാത്തുവിന്റെ മുറി. പഞ്ചമിയെ അകത്ത് കയറ്റിയതും വാതിലടച്ച് തഴുതിട്ട് കാത്തു തിരിഞ്ഞു. ഞാൻ തെറ്റായി ജീവിക്കുന്നവളാണ്, സമ്മതിച്ചു. പക്ഷേ എന്റെ മകൾ അത്തരത്തിലായിക്കൂടെന്ന് ഞാൻ വിചാരിച്ചിട്ടും. തല കുനിച്ചു നിൽക്കുകയാണ് പഞ്ചമി. കാത്തു അവളുടെ ഇരു തോളിലും പിടിച്ച് ശക്തിയായി കുലുക്കി. മുഖം തനിക്കെതിരെ പിടിച്ചുയർത്തിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അമർത്തിയ ശബ്ദത്തിൽ കാത്തു പറഞ്ഞു, ഇനി എന്നിൽ നിന്നും ഒന്നും ഒളിക്കാൻ നീ ശ്രമിക്കരുത്. എനിക്കെല്ലാം അറിഞ്ഞേ മതിയാകൂ. പറ, ആരാണ് നിന്റെ വയറ്റിൽ ജന്മം കൊണ്ട കുഞ്ഞിന്റെ അച്ഛൻ? പഞ്ചമി ഒന്നു പരിങ്ങി. ആരാണ്? ദേവദാസോ? അതോ രുദ്രൻ തിരുമേനിയുടെ ഇല്ലവളപ്പിൽ വെച്ച് തന്നെ കീഴടക്കിയ അജ്ഞാതനോ? പക്ഷേ അതൊക്കെ ചിന്തിച്ചാൽ തനിക്ക് പലതും കൂടി അമ്മയോട് പറയേണ്ടി വരും. അതുകൊണ്ട് പഞ്ചമിയുടെ മൗനം കാത്തുവിനെ അസ്വസ്ഥയാക്കി. പറയടി, പറയാൻ. ഒരെണ്ണമേ ഉള്ളെന്നൊന്നും ഞാൻ നോക്കില്ല, കൊന്നുകളയും. ആരാണ് നിന്നെ ചതിച്ചത്? സർപ്പക്കാവിൽ സ്വർഗം സൃഷ്ടിച്ച ദിവസങ്ങൾ പഞ്ചമിയുടെ മനസ്സിൽ നിന്നും ഒഴുകി വന്നു. കാത്തു വിശ്വസിക്കാനാകാതെ മകളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാലും ഇവൾ, തനിക്കിങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും നീ എന്താടി എന്നോട് പറയാതിരുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊണ്ട് ഞാൻ തന്നെ നിന്നെ കെട്ടിക്കുമായിരുന്നല്ലോ. കാത്തു കിടക്കയിലിരുന്നു. അവളുടെ കോപം തെല്ലെന്നടങ്ങിയിരിക്കുന്നു. മകളെയും അടുത്തു പിടിച്ചിരുത്തിയിട്ട് സ്നേഹപൂർവ്വം സംസാരിച്ചു. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഇനി പരിതപിച്ചിട്ട് കാര്യമില്ല. ദേവദാസിന്റെ വീട്ടുകാരുടെ അടുക്കൽ ഈ പ്രശ്നവുമായി ചെന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവൻ സ്ഥലത്തില്ലല്ലോ. അതുതന്നെ ഏറ്റവും വലിയ ബലമാണവർക്ക്. അതുകൊണ്ട് കാത്തു അർത്ഥോക്തിയിൽ നിർത്തി. പഞ്ചമി ചോദ്യഭാവത്തിൽ അമ്മയുടെ നേരെ കണ്ണയച്ചു. അമ്മ ഏതായാലും ചീത്ത എന്ന പേര് കേട്ടുകഴിഞ്ഞവളാണ്. എൻ്റെ മോളെങ്കിലും അങ്ങനെ ആയിക്കൂടാ. അതുകൊണ്ട് തന്നെ നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ അബദ്ധം മറ്റൊരു കാതിൽ എത്തരുത്. കാത്തു എണീറ്റ് ഫോണിനരികിലേക്ക് നീങ്ങി. റിസീവർ എടുത്തു. ആരുമായോ കുറെ നേരം സംസാരിച്ചിട്ട് തിരികെ വന്നു. മോളൊന്ന് വേഗം റെഡിയാകും. അമ്മയെ അനുസരിക്കുക എന്നതിനപ്പുറം തൽക്കാലം പഞ്ചമിക്ക് യാതൊന്നും കഴിയുമായിരുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കാർ മുറ്റത്ത് വന്നു നിന്നു. പഞ്ചമി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കാത്തുവും. വാ മോളെ. എവിടേക്കാണെന്ന് പഞ്ചമി ചോദിച്ചില്ല. കാത്തു പറഞ്ഞതുമില്ല. ഇരുവരും കാറിന്റെ പിൻസീറ്റിൽ കടന്നിരുന്നു. കാർ നീങ്ങി. പട്ടണം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിന്നു. പഞ്ചമിയുടെ ഹൃദയത്തിൽ ഒരു കൊള്ളിമീൻ പടർന്നിറങ്ങി. ഹൃദയതാളത്തിന് വെള്ളിയിടിയുടെ ശബ്ദം. അമ്മയുടെ ഉദ്ദേശം അവൾ ഊഹിച്ചു കഴിഞ്ഞു. തൻ്റെ അടിവയറ്റിൽ വരുന്ന ജീവനെ ഇല്ലാതാക്കുകയാണ് അമ്മയുടെ ലക്ഷ്യം. പക്ഷേ എതിർക്കാൻ അവൾക്ക് മടിയായിരുന്നു, ധൈര്യമില്ലായിരുന്നു. ഡോക്ടർ സത്യന്റെ മുറി. മറ്റുള്ള രോഗികളെ മാറ്റി നിർത്തി കാത്തുവിനും മകൾക്കും പ്രവേശനം അനുവദിക്കപ്പെട്ടു.
മറ്റുള്ള രോഗികൾ അടക്കം പറഞ്ഞു. ഇരിക്കണം ചേച്ചി. ചെറുപ്പക്കാരനായ സത്യൻ ചിരിച്ചു. കാത്തുയിരുന്നു. സത്യന്റെ കണ്ണുകൾ പഞ്ചമിയിൽ പല ഉരു പതിഞ്ഞു. പഞ്ചമിയും ഇരിക്കൂ. അവൾ എന്നിട്ടും ഇരുന്നില്ല. ഒരു കാര്യം ചെയ്യ് ചേച്ചി, പഞ്ചമിയം കൂട്ടി എന്റെ ക്വാർട്ടേഴ്സിലേക്ക് പൊക്കൊള്ളൂ. ഇന്ന് അവൾ അവിടെ നിൽക്കട്ടെ. നാളെ രാവിലെ ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളൂ. കാത്തു നെറ്റി ചുളിച്ചു. ക്വാർട്ടേഴ്സിൽ വേലക്കാരിയുണ്ട്, സത്യൻ പൂരിപ്പിച്ചു. ശരി. അവർ പിൻവാങ്ങി. ഹോസ്പിറ്റലിന് പുറത്തു വന്നപ്പോൾ അവിടെ ഭയങ്കര ബഹളം. അവർ വന്ന കാറിന്റെ ഡ്രൈവർ ആകെ പരവശനായി നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാർ കാറിന് ചുറ്റുമുണ്ട്. എന്തുണ്ടായി? കാത്തു ഡ്രൈവറെ നോക്കി. ഒരു പാമ്പ്. ഡ്രൈവറുടെ ശബ്ദത്തിൽ വിറയൽ ബാധിച്ചിരുന്നു. എവിടെ? അയാൾ കാറിനുള്ളിലേക്ക് കൈ ചൂണ്ടി. പിൻസീറ്റിൽ ഒരു ഭയങ്കര മൂർഖൻ. ദൈവമേ! കാത്തു നിലവിളിച്ചു. ഞങ്ങൾ ഇരിക്കുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടായിരുന്നോ സോമ? ഉവ്വ്. ഒരു ചീറ്റൽ കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത്. അപ്പോ സീറ്റിൽ പത്തിയും വിടർത്തി. ശ്വാസം നിലച്ചു പോകുന്നത് പോലെ തോന്നി പഞ്ചമിക്കും. പെട്ടെന്ന് മൂർഖന്റെ ശക്തമായ ഒരു സീൽക്കാരം കൂടി കാറിനുള്ളിൽ നിന്നും കേട്ടു. അനുനിമിഷം കാറിനു ചുറ്റും ആൾക്കാർ കൂടി വരികയാണ്. ഒരു തവണ കൂടി കാറിനുള്ളിൽ നിന്നും പാമ്പിന്റെ സീൽക്കാരം ഉയർന്നു. ഗ്ലാസ് ഉയർത്തിയിരിക്കുന്നത് കാരണം പിൻസീറ്റിന്റെ ഡോറിലൂടെ അത് പുറത്തേക്ക് ചാടി വരില്ലെന്ന് ഉറപ്പ്. പക്ഷേ അത് മുൻസീറ്റിൽ ചാടിയാൽ? ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തെ ഗ്ലാസ് താഴ്ത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിക്കാർ ഓടിയെത്തി. എങ്ങനെയും പാമ്പിനെ നശിപ്പിച്ചേ പറ്റൂ. പക്ഷേ കാറിനോടടുക്കാൻ ഏവർക്കും പേടി. അവസാനം പോലീസിൽ വിവരം അറിയിച്ചു. ഒരു SIയും 4-5 പോലീസുകാരും എത്തി. അവർ ആൾക്കാരെ അകറ്റി നിർത്തി. ഒരു സെക്യൂരിറ്റിക്കാരൻ 2-3 വടികളുമായി എത്തി. തല്ലിക്കൊല്ല്, SI ആജ്ഞാപിച്ചു. ഒരാൾ ഭയം ഉള്ളിലൊതുക്കി കാറിനെ സമീപിച്ചു. 2 പേർ വടിയുമായി കാത്തുനിന്നു. കാറിന്റെ ഡോർ തുറന്നതും ആദ്യത്തെ പോലീസുകാരൻ പിന്നോട്ട് ചാടി മാറി. ഏതു നിമിഷവും പാമ്പ് പുറത്തേക്ക് ചാടുമെന്ന് പ്രതീക്ഷിച്ചു നിന്നവർക്ക് തെറ്റി. പാമ്പ് ചാടിയില്ല. അവർ ഉറ്റുനോക്കി. പിൻസീറ്റിൽ പാമ്പിനെ കണ്ടില്ല. ഇനി അത് സീറ്റിനടിയിൽ ഒളിച്ചോ അതോ മുൻ സീറ്റിലേക്ക് ചാടിയോ? മുന്നിലെ ഡോറും തുറന്നു. അവിടെയും അതിനെ കണ്ടില്ല. ഡ്രൈവർ സോമൻ നെറ്റി ചുളിച്ചു. കാറിന്റെ ഡോറുകൾ മുഴുവൻ തുറക്കപ്പെട്ടു. വടിയേന്തിയ 2 പേർ ഇരുഭാഗത്തും നിന്നു. SIയുടെ കണ്ണുകൾ കാറിനുള്ളിൽ ഓരോ ഇഞ്ച് സ്ഥലത്തും ഇഴഞ്ഞു നടന്നു. സീറ്റിനടിയിൽ പാമ്പ് തുറകൂടിയിരിക്കുകയായിരിക്കും എന്ന് വിചാരിച്ചവർക്കും തെറ്റി. അവിടെയെങ്ങും അതില്ലായിരുന്നു. പക്ഷേ പാമ്പിന്റെ സീൽക്കാരം കേട്ടവർ ഏറെയാണ്. അതുകൊണ്ട് അതിനുള്ളിൽ പാമ്പില്ലായിരുന്നു എന്ന് വിശ്വസിക്കുവാനും SI മടിച്ചു. ഡ്രൈവർ സോമൻ വെറുതെ കാറിന്റെ ഡിക്കി ഒന്ന് തുറന്നു. അതേ സെക്കൻഡിൽ അവനിൽ നിന്നും ഒരു ആർത്തനാദം ഉയർന്നു. ഏവരും ഞെട്ടിത്തിരിഞ്ഞു. SIയുടെ കണ്ടത്തിൽ നിന്നും അറിയാതൊരു ശബ്ദം പുറത്തു വന്നു. ഡിക്കി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മരവിച്ച മട്ടിൽ നിൽക്കുകയാണ് ഡ്രൈവർ സോമൻ. അതിനുള്ളിൽ തല ഉയർത്തിപ്പിടിച്ച് ഫണം വിടർത്തി മൂർഖൻ. ആരെയും നടുക്കുന്നൊരു കാഴ്ച. ഒരു മനുഷ്യന്റെ 2 കൈപ്പത്തികളും കൂടി ചേർത്ത് പിടിക്കുന്നത്ര വലിപ്പമുണ്ടായിരുന്നു പാമ്പിന്റെ ഫണത്തിന്. കൊല്ലതിനെ! SI അലറി. വടിയുമായി കോൺസ്റ്റബിൾസ് കുതിച്ചു. പക്ഷേ ക്ഷണനേരത്തിനുള്ളിൽ ഫണമടക്കിയ പാമ്പ് ഒരു സീൽക്കാരത്തോടെ പുറത്തേക്ക് ചാടി. കോൺസ്റ്റബിൾസ് ഒരടി പിന്നോട്ട് ചുവടുമാറ്റി. ആ നിമിഷം പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അധികമായിരുന്നു. തൊട്ടടുത്ത കുറ്റിക്കാടിനു നേരെ അത് പാഞ്ഞു. ആ ഭാഗത്തു നിന്നിരുന്ന ആൾക്കാർ ചിതറി ഓടി. വടിയുമായി പിന്നാലെ എത്തിയവർക്ക് പാമ്പിന്റെ നിഴൽ പോലും കാണുവാൻ കഴിഞ്ഞില്ല. കാറിന്റെ ഡിക്കി അടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവർ കണ്ടത് തറയിൽ നീണ്ടു കിടക്കുന്ന സോമനെയാണ്. വാച്ചർമാർ അയാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിനുള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും ആർക്കും മനസ്സിലാകാത്ത കാര്യം സീറ്റിൽ നിന്നും എങ്ങനെ ആ വലിയ പാമ്പ് ഡിക്കിയിലെത്തിയെന്നാണ്. പഞ്ചമി ഭയന്നു നിൽക്കുകയായിരുന്നു. കാത്തു മകളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.